നമസ്കാരം. 2025 മെയ് മാസം 5-ാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ നക്ഷത്രഫലവും ജ്യോതിഷപരമായ പ്രത്യേകതകളും കേൾക്കുവാൻ വേണ്ടി എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200 ആണ്ട് മേടമാസം 22-ാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസം. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ വൈശാഖ മാസം 15-ാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസം. തിങ്കളാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ 6:09 അസ്തമയ സമയം വൈകുന്നേരം 6:28 തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി അഷ്ടമി തിഥിയാണ്. അഷ്ടമി തിഥി തിങ്കളാഴ്ച ദിവസം രാവിലെ 7:38 വരെ ഉണ്ടായിരിക്കും. പിന്നീട് നവമി തിഥിയാണ് ആരംഭിക്കുക എന്നുള്ളതും മനസ്സിലാക്കുക. തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ആയില്യ നക്ഷത്രമാണ്. ആയില്യ നക്ഷത്രം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 2:03 വരെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ മകം നക്ഷത്രമാണ് ആരംഭിക്കുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ആയില്യ നക്ഷത്രം തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 2:03 കൊണ്ട് അവസാനിക്കും. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 2:03 മുതൽ മകം നക്ഷത്രമാണ് ആരംഭിക്കുക എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ അധ്യായത്തിൽ കൂടി ആയില്യ നക്ഷത്രപ്രകാരമുള്ള അനുകൂലവും മകനക്ഷത്രപ്രകാരമുള്ള അനുകൂലവും പറഞ്ഞു തരുന്നു. അതുപോലെ തന്നെ ആയില്യ നക്ഷത്രപ്രകാരമുള്ള പ്രതികൂലവും മകനക്ഷത്രപ്രകാരമുള്ള പ്രതികൂലവും പറഞ്ഞു തരുന്നു. കാരണം തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 2:03 കൊണ്ട് ഒരു നക്ഷത്രം അവസാനിക്കുന്നു, മറ്റൊരു നക്ഷത്രം ഉദിച്ചു വരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ട ശ്രദ്ധയോടുകൂടി കേൾക്കുക. തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 2:03 വരെ ആയില്യ നക്ഷത്രപ്രകാരമുള്ള അനുഭവങ്ങളായിരിക്കും ജാതകരുടെ 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ വന്നു ചേരുക. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞു തരാം. ആയില്യ നക്ഷത്രപ്രകാരം തിരുവാതിര, രോഹിണി, രേവതി, അശ്വതി, അനിഴം, തൃക്കേട്ട, പൂയം ഇത്രയും നാളുകാർക്ക് തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 2:03 വരെ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരും. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ പൂരാടം, പുണർദം, മകരം, കാർത്തിക, മൂലം, ഉത്രാടം, കാൽ ഇത്രയും നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുള്ള സമയമാണ് തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 2:03 വരെ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ നാളുകാർക്ക് ആയില്യം നക്ഷത്രം പ്രതികൂലമായ അനുഭവങ്ങളെ കൊടുക്കുന്നു. ഏതൊക്കെ നാളുകാർക്കാണ് പ്രതികൂലമായ അനുഭവത്തെ കൊടുക്കുന്നത്? പൂരാടം, പുണർദം, മകരം, കാർത്തിക, മൂലം, ഉത്രാടം, കാൽ. അപ്പോൾ ഇതുകൂടാതെ ഇപ്പോൾ പ്രതിസന്ധി വന്നു ചേരുന്ന നാളുകാർ, അതായത് ഈ തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 2:03 മുതൽ പ്രതിസന്ധി വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ചും അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ച് പറഞ്ഞു തരാം. അതായത് തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 2:03 മുതൽ മകനക്ഷത്രമാണ് ആരംഭിക്കുക. അപ്പോൾ മകനക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് പ്രതികൂലമായ അനുഭവങ്ങളും അനുകൂലമായ അനുഭവങ്ങളും വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞു തരാം. അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ തൃക്കേട്ട, മൂലം, മകരം, പുണർദം, കാൽ, അശ്വതി, ഭരണി, ആയില്യം ഇത്രയും നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന നാളുകാർ തൃക്കേട്ട, മൂലം, മകരം, പുണർദം, കാൽ, അശ്വതി, ഭരണി, ആയില്യം ഇത്രയും നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 2:03 മുതൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ഉത്രാടം, പൂയം, തിരുവാതിര, രോഹിണി, ഉത്രമുക്കാൽ, അത്തം, ചിത്ര 2 പാദം ഇത്രയും നാളുകാർക്കും പ്രതിസന്ധികൾ വന്നു ചേരാവുന്ന ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 2 മുതൽ 2:03 മുതൽ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതായത് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 2:03 മുതൽ മകനക്ഷത്രമാണ് ആരംഭിക്കുന്നത്. മകനക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ഉത്രാടം, പൂയം, തിരുവാതിര, രോഹിണി, ഉത്രമുക്കാൽ, അത്തം, ചിത്ര 2 പാദം കന്നിക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ഇത്രയും നാൾക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരാം. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവത്തിൽ വന്നു ചേരുന്നത് ഉത്രമുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവരെ സംബന്ധിച്ച് അഷ്ടമത്തിൽ സൂര്യനും 12-ൽ ചന്ദ്രനും വരുന്ന സമയമായതുകൊണ്ട് അവർക്ക് വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് 2:03 വരെ ആയില്യ നക്ഷത്രമുണ്ട്. തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് 2:03 മുതൽ മകൻ നക്ഷത്രമാണ് ആരംഭിക്കുക. അതുകൊണ്ടാണ് 2 നക്ഷത്രങ്ങൾ വെച്ചുള്ള അനുകൂലവും പ്രതികൂലവും പറഞ്ഞു തന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും തിങ്കളാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം. തിങ്കളാഴ്ച ദിവസം രാവിലെ 6:09 മുതൽ 7:39 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 10:39 മുതൽ ഉച്ചകഴിഞ്ഞ് 3:09 വരെയുള്ള സമയവും ശുഭസമയമാണ്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും.
ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 5 ഏതൊരു മാസത്തെയും 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ദിവസമാണ്. അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ വേണ്ടി ഇളനിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നതിൻ്റെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ EHNX എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടവും ഉത്തമമായ ജീവിതാനുഭവങ്ങൾ അവർ തേടി വരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, മറന്നു പോകരുത്, ഉപേക്ഷ വിചാരിക്കരുത്. ഓക്കെ, ഇനി ചിന്തിക്കുന്ന വിഷയം, ഈ തിങ്കളാഴ്ച ദിവസം ധനപരമായ നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം. തിങ്കളാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 2:03 വരെ ആയില്യ നക്ഷത്രപ്രകാരം ധനപരമായ നേട്ടം വന്നു ചേരുന്ന നാളുകാർ പൂയം, ചോതി, ഉത്രം, ഉത്രാടം, കേട്ട, ചതയം, രേവതി, കാർത്തിക, തിരുവാതിര, ആയില്യം. ഇത്രയും നാളുകാർക്ക് തിങ്കളാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 2:03 വരെ ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. തിങ്കളാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 2:03 മുതൽ മകനക്ഷത്രം ആരംഭിക്കുന്നു. മകനക്ഷത്രപ്രകാരം ധനപരമായ നേട്ടമുള്ള നാളുകാർ ആയില്യം, വിശാഖം, അത്തം, മൂലം, തിരുവോണം, പൂരുട്ടാതി, അശ്വതി, രോഹിണി, പുണർദം, മകം. ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ തിങ്കളാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് ഈ അത്തം നക്ഷത്രത്തിന് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെങ്കിൽ ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകും. മറ്റു കാര്യങ്ങളിലാണ് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതും മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏതൊക്കെ നാളുകാർക്കാണ് തിങ്കളാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 2:03 മുതൽ ധനപരമായ നേട്ടം ഉണ്ടാകുന്നത്? മകനക്ഷത്രപ്രകാരം ആയില്യം, വിശാഖം, അത്തം, മൂലം, തിരുവോണം, പൂരുട്ടാതി, അശ്വതി, രോഹിണി, പുണർദം, മകം. ഇത്രയും നാളുകാർക്കാണ് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അല്ലെങ്കിൽ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കും. കൊടുത്തുവാങ്ങൽ അനുകൂലമായ ദിവസമാണ്. അതൊക്കെ പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ. ഇനിയും ഈ അധ്യായത്തിൽ ചിന്തിക്കുന്നത് ലോട്ടറി ഭാഗ്യമാണ്. തിങ്കളാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ധനുക്കുറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം. മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം. ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ, രോഹിണി, മകീരൻ 2 പാദം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. കർക്കിടകക്കുറിൽപ്പെട്ട പുണർദം കാല്, പൂയം, ആയില്യം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. തുലാക്കുറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം മുക്കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം. വൃശ്ചികക്കുറിൽപ്പെട്ട വിശാഖം കാലാന്യം കേട്ട നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ ആമുഖമായിട്ട് പറഞ്ഞു തന്നത്. ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതകളായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഇനി നക്ഷത്രഫലമാണ് പറയാൻ പോകുന്നത്. തിങ്കളാഴ്ച ദിവസത്തെ നക്ഷത്രഫലം ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യമായിട്ട് മേടക്കുറുകാരുടെ കാര്യം പറയാം. മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തിങ്കളാഴ്ച ദിവസം ഈ ജാതകർക്ക് സുഖം, സ്വസ്ഥത, ഗഗനന്മ അത്ര അനുകൂലമായ ദിവസമല്ല. എങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. സുഹൃത്തുക്കൾ, സൗകര്യങ്ങൾ മുഖേനയുള്ള വലിയ സൗഭാഗ്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ചിലർക്ക് അതൊക്കെ ഭാഗ്യക്കേടുകളായി മാറുവാനും സാധ്യതയുണ്ട്. എങ്കിലും മക്കൾ മുഖേന പുതിയ വീട്, വസ്തു, വാഹനം ഒക്കെ സ്വന്തമാക്കാനും അനുകൂലമായൊരു സാഹചര്യം നിലനിൽക്കുന്നു. രോഗം, ശത്രുത, കടബാധകളായുള്ള വലിയ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഇവരെ അലട്ടുന്നൊരു സാഹചര്യമല്ല. എങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങൾ പൂർണ്ണമായിട്ടും ഉണ്ടാകണമെന്നില്ല. അഭിപ്രായ വ്യത്യാസമോ അല്പം അപസ്വരങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ്. തന്മൂലം ബന്ധുക്കളും അന്യജനങ്ങളും ഒക്കെ ശോഭിക്കുവാനോ ഇവരുമായിട്ട് ശത്രുതയിൽ എത്തിച്ചേരുവാനോ ഒക്കെ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞ് ജീവിക്കുക. ഭാഗ്യകരമായ അനുഭവങ്ങൾ തുണയ്ക്കുന്നൊരു സാഹചര്യമാണ്. തൊഴിൽപരമായിട്ടുള്ള വലിയ മെച്ചപ്പെട്ട സ്ഥിതിയൊന്നും ഇവർക്ക് ഉണ്ടാകണമെന്നില്ല. തൊഴിൽരംഗം അത്ര അനുകൂലമല്ല എന്നുള്ളതും മനസ്സിലാക്കി ജീവിക്കുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ, രോഹിണി, മകീരൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കൾ, സൗകര്യങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള നല്ല സഹായ സഹകരണങ്ങളൊക്കെ വന്നു ചേർന്ന് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ച് സ്വന്തമാക്കുവാൻ അനുകൂലമായൊരു സാഹചര്യമാണ്. മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. രോഗം, ശത്രുത, കടബാധകളായുള്ള വലിയ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒന്നും അലട്ടാതെ ഈ ജാതകർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. സ്ത്രീകൾ മുഖേനയുള്ള നേട്ടങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. നീചമായ അനുഭവങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള സാഹചര്യമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് മാരകമായ രോഗങ്ങളോ വലിയ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാതെ കടന്നു പോകുന്നൊരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഭാഗ്യം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ലാഭകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു സാഹചര്യമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങളുമായിട്ട് ഇടവക്കുറുകാർ തിങ്കളാഴ്ച ദിവസം കടന്നു പോകുന്നതെന്ന് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കുറാണ്. മിഥുനക്കുറിൽപ്പെട്ട മകീരൻ 2 പാദം, തിരുവാതിര, പുണർദം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് സുഖം, സ്വസ്ഥത, ഏകാന്തന്മ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടം
നേട്ടവും കാര്യമായിട്ടുണ്ടായില്ലെങ്കിൽ പോലും സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളും തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല അനുഭവങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേർന്ന് തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊക്കെ ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഈശ്വരാനുഗ്രഹം ഒക്കെ ഇവർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് പെൺമക്കളും അവരുടെ കൊച്ചുമക്കളായിട്ടുള്ള പെൺമക്കളെയൊക്കെ കൊണ്ടുള്ള സൗഭാഗ്യമായ അനുഭവങ്ങൾ ഇവർക്ക് അനുകൂലമായി വന്നു ചേരുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. രോഗം, ശത്രുത, കടബാധകളുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇവരുടെ ജീവിതത്തിലുണ്ട്. ദാമ്പത്യ ജീവിതത്തിലെ പോരായ്മകളൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കാനുള്ള അനുകൂലമായ സാഹചര്യം ഇവരെ തേടി വരുന്നൊരു സാഹചര്യവുമാണ്. മാരകമായ രോഗങ്ങളൊന്നും ഇവർക്ക് പിടിപെടാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യമാണ്. ലാഭകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യക്കേടും ഭാഗ്യാനുഭവങ്ങളുമായിട്ട് വന്നു ചേരുന്നൊരു സമയം കൂടിയാണ്. സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇനിയിപ്പോൾ മുമ്പോട്ടുള്ളതെങ്കിലും തൊഴിൽ സ്ഥിരത ഉണ്ടാകണമെന്നില്ല. തൊഴിൽ സ്ഥിരമായിട്ട് ചെയ്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകണമെന്നില്ല. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ലാഭകരമായ അനുഭവങ്ങളൊന്നും തിങ്കളാഴ്ച ദിവസം വന്നു ചേരുവാൻ സാധ്യതയില്ല എന്നുള്ള കാര്യവും അറിഞ്ഞു ജീവിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മിഥുനക്കുറുകാരോട് പറഞ്ഞു തരുവാനുള്ളത്. ഇനി കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതംകാല പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് തിങ്കളാഴ്ച ദിവസം ഉള്ളത്. വ്യക്തിപരമായ ജീവിതത്തിലും തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങളുമായിട്ട് കടന്നു പോകാം. എങ്കിലും സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊന്നും ഇവർക്ക് കാര്യമായിട്ടുണ്ടാകണമെന്നില്ല. നീചമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണെങ്കിലും നേട്ടങ്ങൾ വന്നു ചേരണമെന്നില്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിലും ചിലപ്പോൾ അത് തിക്താനുഭവങ്ങളായി അല്ലെങ്കിൽ ഒരു നല്ല അനുഭവത്തെ കൊടുക്കണമെന്നില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ചിലരുടെ ജീവിതത്തിൽ മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല അനുഭവങ്ങളും മാതൃസ്വത്തൊക്കെ അനുഭവത്തിൽ വന്നു ചേരുവാനും അത് മുഖേന ലാഭകരമായ അനുഭവങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ചിലർക്ക് രാഹു തടസ്സപ്പെടുത്തി കളയുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞു ജീവിക്കുക. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ അത്ര മെച്ചമായ ഒരു ജീവിത സാഹചര്യത്തെ ഇവർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതും പ്രത്യേകിച്ച് എടുത്തു പറയുന്നു. രോഗം, ശത്രുത, കടബാധകളോടുള്ള വലിയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇവരെ അലട്ടാതെ കടന്നു പോകുന്നൊരു സാഹചര്യമാണെന്നുള്ളത്. ദാമ്പത്യ ജീവിതത്തിൽ വലിയ തൃപ്തികരമായ അനുഭവങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. ചിലരെ സംബന്ധിച്ച് ഭാഗ്യക്കേടുകളായി മാറാം, ചിലർക്ക് തിക്താനുഭവങ്ങളായി മാറാം, ചിലർ സന്തോഷമായിട്ട് ജീവിക്കുന്നൊരു സാഹചര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഭാഗ്യാനുഭവങ്ങൾ ഇവരെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് തുണയ്ക്കുന്നില്ല. തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊന്നും അത്ര മെച്ചമല്ല. എങ്കിലും തരക്കേടില്ലാത്ത ജീവിത സാഹചര്യത്തിൽ കൂടി കടന്നു പോകാം. വലിയ നേട്ടമൊന്നും എടുത്തു പറയാനില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്തരം, കാൽ നാളുകാരെ സംബന്ധിച്ച് സുഖം, സ്വസ്ഥത, ദേഹനന്മയൊക്കെ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പൂർണ്ണമായിട്ടും ഉണ്ടാകണമെന്നില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടെങ്കിൽ പോലും തൃപ്തികരമാകണമെന്നില്ല. അഭിപ്രായ വ്യത്യാസമോ ഇഷ്ടകേടുകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ നേട്ടമൊന്നും ഇവർക്ക് ഇപ്പോൾ ഇല്ല. മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ്. എന്നാൽ ചിലർക്ക് മക്കൾ മുഖേനയുള്ള അനുഭവങ്ങൾ അത്ര മെച്ചമാകണമെന്നില്ല എന്നുള്ളൊരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. രോഗശത്രുത, കടബാധികളുള്ള വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇവരെ അലട്ടാതെ ദാമ്പത്യത്തിലും വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളോ ഒന്നുമില്ലാതെ കടന്നു പോകുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. ഭാഗ്യകരമായ അനുഭവങ്ങളൊന്നും ഇവർക്ക് തുണയായി നിൽക്കുന്നൊരു സാഹചര്യമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ലാഭകരമായ അനുഭവങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഒരു പരിധിവരെ ഇവരെ സഹായിക്കുന്നു എന്നുള്ളതല്ലാതെ വലിയ മെച്ചപ്പെട്ട ലാഭകരമായ അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല നിലവിലുള്ളത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര, 2 പാദം നാളുകാരെ സംബന്ധിച്ച് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 2:03 മുതൽ ഈ ജാതകരുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് വന്നു ചേരാൻ സാധ്യതയുണ്ട്. നിലവിൽ അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഈ ജാതകർക്ക് നേരിടേണ്ട സാഹചര്യമാണ് ഉള്ളത്. എല്ലാവർക്കുമല്ല, ചിലർക്കൊക്കെയാണ് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. 7-ൽ ശനി, അഷ്ടമത്തിൽ സൂര്യൻ, ഇനിയിപ്പോൾ 12-ൽ ചന്ദ്രൻ, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ 1-2 ദിവസങ്ങളൊന്നും അത്ര അനുകൂലമായ നല്ല ആരോഗ്യസ്ഥിതി ഉണ്ടാകണമെന്നില്ല എന്നുള്ളതും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ വലിയ നേട്ടങ്ങളൊന്നും എടുത്തു പറയത്തക്ക ദിവസമല്ല വരും ദിവസങ്ങൾ എന്നുള്ളതും കന്നിക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ കന്നിക്കൂറുകാരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. എല്ലാവർക്കുമല്ല, ചിലർക്കൊക്കെ ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് ഒരു കുഴപ്പമില്ലാതെ പോകും. ചിലർക്കൊക്കെ ചാരവശാലുള്ള സ്ഥിതി വെച്ച് നോക്കുമ്പോൾ 7-ലെ ശുക്രൻ ദാമ്പത്യ ജീവിതത്തിൽ നല്ല ഭാര്യം ഭർത്താവും നല്ല സ്നേഹബന്ധത്തെ കൊടുത്താലും കലഹത്തിനൊക്കെ ഉള്ള സാധ്യതകളും കൊടുക്കുന്നു. അതുപോലെ തന്നെ രാഹു 7 നിൽക്കുന്നു. രാഹു ദാമ്പത്യ ജീവിതത്തിൽ നല്ലൊരു ഐക്യം ഉണ്ടാകാതിരിക്കാൻ രാഹു തടസ്സപ്പെടുത്തി കളയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സമ്മിശ്രമായ വ്യത്യസ്തമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുക. എങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടവും ഇവർക്ക് ഇവരെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ആവശ്യമായ രീതിയിൽ വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ടുള്ള ഇവരുടെ നേട്ടം തരക്കേടില്ലാത്ത സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. ലാഭകരമായ അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല തിങ്കളാഴ്ച ദിവസം എന്നുള്ളതും തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 2:03 മുതൽ ലാഭകരമായ അനുഭവങ്ങളൊന്നും വന്നു ചേരാതെ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റ് ധനനഷ്ടമോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് കന്നിക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറാണ്.
തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ്. ലാഭകരമായ അനുഭവങ്ങൾ തൊഴിലിടങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാം. എങ്കിലും ഇവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. സ്ത്രീകൾ മുഖേനയുള്ള അപമാനമോ ധനനഷ്ടമോ മാനഹാനിയോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിലും തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. എങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ ഈ ജാതകരെ സംബന്ധിച്ച് വലിയ തരക്കേടില്ലാത്ത അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു സാഹചര്യവുമാണ് നിലവിലുള്ളത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. രോഗം, ശത്രുത, കടബാധകളുള്ള വലിയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇവർക്ക് വന്നു ചേരാതെ പോകുന്നു. എങ്കിലും ഈ ജാതകരെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളോ ബുദ്ധിപരമായിട്ടുള്ള പരാജയങ്ങളോ ഒക്കെ സംഭവിക്കാനും സാധ്യതയുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാലാനുരം കേട്ട നാളുകാരെ സംബന്ധിച്ച് ഈ തിങ്കളാഴ്ച ദിവസം തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് സർവ്വകാര്യ വിജയം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ധനധാന്യ സമൃദ്ധിയൊക്കെ അവർക്ക് അനുഭവിക്കാൻ പറ്റും. കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും നേട്ടം പ്രതീക്ഷിക്കാൻ ഒരു ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. അപ്പോൾ അവർ ഏതൊരു കാര്യത്തിലും ഇറങ്ങിത്തിരിച്ചാലും ശനിയുടേതായിട്ടുള്ള ആ ഒരു പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ശനി തടസ്സം സൃഷ്ടിക്കുമെങ്കിലും ശനീശ്വരനെ സേവിക്കുക, ശനീശ്വരൻ്റെ ക്ഷേത്രങ്ങളിൽ പോയി നീരാഞ്ജനം വഴിപാടൊക്കെ നടത്തി ജീവിക്കണം. കാരണം 2.5 വർഷക്കാലം ശനി ഏതൊരു കാര്യത്തിലും ഇടപെട്ടാൽ ചിലപ്പോൾ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കിയെന്നിരിക്കാം. മക്കൾ മുഖേനുള്ള തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടായെന്നിരിക്കാം. അതുകൊണ്ട് ശനീശ്വര ക്ഷേത്രങ്ങളിൽ പോയി പ്രത്യേകിച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്ത് വേണം വൃശ്ചികക്കൂറ് മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറഞ്ഞു തരുന്നു. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് ഭാഗ്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളതാണ് എടുത്തു പറയത്തക്ക കാര്യം. രോഗശത്രുത, കടബാധകളായുള്ള വലിയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയില്ല. എങ്കിൽ പോലും കണ്ടകശനിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരു പരിധിവരെ ഇവർ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി മൂർധന്യാവസ്ഥയിലേക്ക് വരും നാളുകളിൽ കടന്നു പോകാൻ ഇടയുണ്ട്. സൂക്ഷിക്കേണ്ട ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞില്ല. അപ്പോൾ ഈ തിങ്കളാഴ്ച ദിവസം ഈ ജാതകരെ സംബന്ധിച്ച് അഷ്ടമത്തിൻ്റെ അധിപനായ ചന്ദ്രനാണ് ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നതെങ്കിലും ചന്ദ്രൻ ബലമുള്ള ചന്ദ്രനായതുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാതെ നല്ല ആരോഗ്യവും സമാധാനവും സന്തോഷവും ഒക്കെ തന്ന് ഈ തിങ്കളാഴ്ച ദിവസം ചന്ദ്രൻ ഈ ജാതകരെ വഴി നടത്തുന്നൊരു ദിവസമാണ്. അപ്പോൾ തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങൾ ഭാഗ്യഭാവത്തിൽ കൂടി വന്ന് അല്ലെങ്കിൽ ഭാഗ്യാനുഭവത്തിൽ കൂടി വന്നു ചേർന്ന് ഈ ജാതകരെ സന്തുഷ്ടരാക്കുന്നൊരു ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് ധനുക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണാവട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള പരാജയങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങൾ, തൊഴിലിടങ്ങളിൽ തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സൂക്ഷിക്കണം. ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സൂക്ഷിക്കണമെന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. പ്രത്യേകിച്ച് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ശത്രുതയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യമാണ്. അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും തൊഴിൽപരമായിട്ടുള്ളൊരു സാഹചര്യം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. ഒരുപക്ഷേ തൊഴിലെടുത്ത് അഭിപ്രായ വ്യത്യാസമോ പ്രശ്നം ഉണ്ടെങ്കിലും തൊഴിൽ വളരെ നല്ല രീതിയിൽ പോകുന്നൊരു സമയമാണെന്നുള്ളതാണ് മകരക്കൂറുകാരുടെ നേട്ടമായിട്ട് പറഞ്ഞു തരുവാനുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്ന ദിവസമാണ്. ദാമ്പത്യ ജീവിത വിജയം ഉൾപ്പെടെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം, ധനനേട്ടം, കുടുംബസുഖം, അങ്ങനെ സ്ത്രീകൾ മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ, അങ്ങനെ എല്ലാം കൊണ്ടും നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. രോഗ, ശത്രുത, കടബാധകളുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും വരെ അലട്ടാതെ കടന്നു പോകുന്നൊരു ദിവസമാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാൻ, നല്ല ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയും. ഭർത്താവ്, നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല കുട്ടികൾ, അങ്ങനെയുള്ള എല്ലാവിധമായ സൗഭാഗ്യങ്ങളും അനുഭവിച്ചിരിക്കാൻ അനുകൂലമായ ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 2 മണി 3 മിനിറ്റ് മുതൽ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ രോഗം, ശത്രുത, കടബാധകളാലൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ആ സമയം മുതൽ തിങ്കളാഴ്ച ദിവസം 2 മണി ഉച്ച കഴിഞ്ഞ് 2 മണി 3 മിനിറ്റ് മുതൽ മക്കൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ രോഗം, ശത്രുത, കടബാധകളാലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എങ്കിലും സാമാന്യം തരക്കേടില്ലാത്ത ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകാൻ കഴിയും എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ഈ ജാതകരെ സംബന്ധിച്ചോളം കുടുംബസുഖമോ ധനപരമായ നേട്ടമോ തൊഴിൽപരമായിട്ടുള്ള നേട്ടമോ ധനനേട്ടമോ ഒന്നും ഇല്ലെങ്കിൽ പോലും തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങളിൽ കൂടി തിങ്കളാഴ്ച ദിവസം കടന്നു പോകാൻ സാധിക്കും. പക്ഷേ തിങ്കളാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 2 മണി 3 മിനിറ്റ് മുതൽ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. മക്കൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ധനനഷ്ടത്തിനോ രോഗം, ശത്രുത, കടബാധകളുടെ പ്രശ്നങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ടെന്നുള്ള അറിവോടുകൂടി ജീവിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായിട്ട് പറഞ്ഞു തന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർമെൻറ്റ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.